പൂരവർത്തമാനത്തിൽ ചെമ്പുക്കാവ് കാർത്യായനി ക്ഷേത്രമാണ്. വടക്കുന്നാഥന്റെ വടക്ക് കിഴക്കേ അതിർത്തിയിൽ 1 കിലോമീറ്റർ ദൂരത്തിൽ കിഴക്ക് മാറിയാണ് കാർത്യായനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ സ്ഥാപിച്ച 108 ദുർഗാലയങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. എല്ലാ അമ്പലങ്ങളെ പോലെ ചെമ്പുക്കാവ് കാർത്യായനി ക്ഷേത്രത്തിനും അതിൻ്റെതായ ചരിത്രമുണ്ട്. പണ്ട് ക്ഷേത്രം ചെമ്പുക്കാവ് മനക്കാരുടേതായിരുന്നു. ശക്തൻ തമ്പുരാൻ ഭരിച്ചിരുന്ന കാലത്ത് ശക്തൻ തമ്പുരാന്റെ കീഴിലായിരുന്നു. കാലക്രമേണ കൊച്ചിൻ ദേവസ്വത്തിന്റെ കീഴിലായി ക്ഷേത്രം. ചെമ്പുക്കാവ് ഭഗവതിക്ക് വെയിൽ മൂത്താൽ തലവേദന വരുമത്രേ. അതുകൊണ്ട് പൂരത്തിന് രാവിലെ തന്നെ ദേവി എഴുന്നള്ളും. ചെമ്പുക്കാവ് ഭഗവതിയും അയ്യന്തോൾ ഭഗവതിയും സഹോദരിമാരാണ്. പൂരത്തിന് കൊടിയേറി 2ാം നാൾ ഇവർ പരസ്പര സന്ദർശനം നടത്തും. ചെമ്പുക്കാവ് ഭഗവതി അയ്യന്തോളിൽ നിന്ന് ഒരു കിണ്ണം എടുക്കും അത്രേ. അതുപോലെ അയ്യന്തോൾ ഭഗവതി തിരിച്ച് ചെമ്പുക്കാവിൽ നിന്ന് ചന്ദനമുട്ടിയും എടുക്കും. അങ്ങനെ ഒരുപാട് കൗതുകപരമായ കാര്യങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങൾക്ക്. ഇവിടെ ഭഗവതിയെ കൂടാതെ ശാസ്താവ്, ഗണപതി, നാഗങ്ങൾ എന്നീ പ്രതിഷ്ഠകളാണുള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ മീനമാസത്തിലെ അത്തനാളിലുള്ള പ്രതിഷ്ഠാദിനം, പിന്നെ തൃക്കാർത്തിക, പിന്നെ ശിവരാത്രിക്ക് വടക്കുന്നാഥനിലേക്കുള്ള എഴുന്നള്ളിപ്പ് എന്നിവയാണ്. തൃശ്ശൂർ പൂരത്തിനന്ന് ഒരുപാട് ചടങ്ങുകളുണ്ട് ചെമ്പുക്കാവ് ഭഗവതിക്ക്. രാവിലെ 7 മണിയോടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കിഴക്കേ ഗോപുര വഴി അകത്തേക്ക് കടക്കുന്നു. പഞ്ചവാദ്യം അവസാനിക്കുകയും പിന്നെ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തെക്കേ ഗോപുരം വഴി പുറത്തേക്ക് കടക്കുന്നു. പിന്നീട് സ്വരാജ് റൗണ്ട് വരെ പോയി തിരികെ തെക്കേ ഗോപുരം വഴി അകത്ത് കടന്ന് പടിഞ്ഞാറേ ഗോപുരം വഴി പുറത്തേക്ക് കടന്ന് മേളം അവസാനിച്ച് ചെമ്പുക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നു. വൈകിട്ട് വീണ്ടും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കിഴക്കേ ഗോപുരം വഴി അകത്തേക്ക് കടക്കുകയും പടിഞ്ഞാറേ ഗോപുരത്തിൽ പഞ്ചവാദ്യം അവസാനിക്കുകയും സ്വക്ഷേത്രത്തിലേക്ക് വീണ്ടും മടങ്ങുകയും ചെയ്യുന്നു. പൂരം കഴിഞ്ഞാൽ ദേവിക്ക് ആറാട്ടാണ്. പിന്നീട് കൊടിയിറക്കൽ, 25 കലശം, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകളോടെ ഒരു വർഷത്തെ പൂരം അവസാനിക്കുന്നു. ചെമ്പുക്കാവ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരിയാണ് കൂടെയുള്ളത്. സർ, എങ്ങനെയായി ഒരുക്കങ്ങളൊക്കെ? ഇത്തവണത്തെ ചെമ്പുക്കാവ് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള പൂരമാണ്. ആദ്യമായിട്ട് ചെമ്പുക്കാവിൻ്റെ മണ്ണിലേക്ക് തെച്ചിക്കൊട്ടുക രാമചന്ദ്രൻ വന്നിട്ട് ഭഗവതിയുടെ തിടമ്പേറ്റുന്ന പൂരമാണ്. ആദ്യമായിട്ടാണ് ഈ പ്രദേശത്തൊന്നും ഉണ്ടായിട്ടില്ല. ചെമ്പുക്കാവിലേക്ക് ആദ്യമായിട്ടാണ് യാന വരുന്നത്. സാധാരണ ഞങ്ങൾക്ക് പാർമേക്കാവുന്ന് അലോട്ട് ചെയ്യണ ഏത് ആന അങ്ങനെ പതിവ്. ഇത്തവണ എന്താ പറയാമോ, ഈ തെച്ചിക്കൊട്ടുക രാമചന്ദ്രൻ എന്ന ആനയ്ക്ക് ധാരാളം ഫാൻസ് ഉണ്ട്. ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒരു മോഹമായിരുന്നു ഒരിക്കലെങ്കിലും നമുക്കത് കിട്ടണമെന്ന്. അപ്പൊ ആദ്യം അവർ നെയ്തലക്കാവുകാർ വിളംബരത്തിനാണ് ഈ ആനയെ കൊണ്ടുവരാറുള്ളത്. തൃശ്ശൂരിൽ വന്ന് ഇതായി. അത് കഴിഞ്ഞിട്ട് അത് പറ്റാനായി ഇപ്പൊ അവർ പിറ്റേ ദിവസത്തെ പൂരത്തിന് തന്നെ എഴുന്നള്ളിച്ചു. കഴിഞ്ഞ പോലെ കാണാൻ നെയ്തലക്കാവിന്റെ ഭഗവതി എഴുന്നള്ളിച്ച് നടുവിലാലിൽ നിന്ന് ശ്രീമസ്ഥാനം വരെ ഉണ്ടായിരുന്നു. അതിന് പകരം ഇത്തവണ അവരെല്ലാം ഏൽപ്പിച്ചത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ നമ്മളായിട്ട് നിങ്ങൾ ചെമ്പുക്കാവിലേക്ക് വരട്ടെ ചോദിച്ചപ്പോൾ ഞങ്ങളായിട്ട് സംസാരിച്ചു. 2 ദിവസവും സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. നാട്ടുകാർക്ക് അതിനെക്കാട്ടിലും സന്തോഷമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കന്യകാഭാവത്തിലുള്ള സാത്വിക സ്വരൂപിണിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എന്താണ്? അത് ഈ വിവാഹം കഴിക്കാത്ത ആൾക്കാർക്കും കുട്ടികൾക്കൊക്കെ പ്രാർത്ഥിച്ചാൽ വിവാഹം കഴിയും. അങ്ങനെ വളരെ അതേമാതിരി ഭഗവതിക്ക് ചില പ്രത്യേകത. ഭഗവതിക്ക് വെയിൽ കൊള്ളാൻ പാടില്ല എന്നുള്ളൊരു ഭഗവതിയാണ്. അത് കാരണമാണ് പൂരം നേരത്തെ എഴുന്നള്ളിച്ച് പോകുന്നത്. തിരിച്ച് നേരത്തെ എത്തും. അങ്ങനെ ഒരു ഇതുള്ള കാരണം. പിന്നെ അത് കാരണം ഈ തലവേദന ഇവിടെ നെയ്യ് ഇതാവുക, വഴിപാട് കഴിക്കുക, നെയ്വിളക്ക് കഴിക്കുക, അതേമാതിരി ചന്ദനം ചാർത്ത് കഴിക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇതിൽ വരുന്നത്. അതാണ്. അപ്പൊ ആ ചന്ദനം ഇവിടെ ചന്ദനം ചാർത്ത് കഴിഞ്ഞാൽ ചന്ദനം വാങ്ങി തൊട്ട് കഴിഞ്ഞാൽ തലവേദന മാറും എന്നുള്ളതൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. പൂരത്തിന് മറ്റ് വെടിക്കെട്ട് ചടങ്ങുകൾ വെടിക്കെട്ടായിട്ടൊന്നുമില്ല ദേവിക്ക്. പ്രത്യേകത എന്താ വെച്ചാൽ പൂരത്തിൽ അന്ന് രാവിലെ തെക്കോട്ട് ഇറങ്ങുന്ന ആദ്യത്തെ ഭഗവതി
ചെമ്പുക്കാവ് ഭഗവതിയാണ്. അപ്പോൾ തെക്കോട്ടിറക്കം എന്ന് പറഞ്ഞതിൻ്റെ ഇത് ഇത്തവണത്തേൻ്റെ പ്രോമിനൻസ് കൂടിയുണ്ട്. സാധാരണ വിളംബരം തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ഗോപുരം തുറന്നിട്ട് ഇറങ്ങണ വിളംബരത്തിനാണ് റെക്കോർഡ് ജനാവലി വരുന്നത്. ഇതേമാതിരി ഇത്തവണ തെക്കോട്ട് ഇറങ്ങുന്ന മൂന്നാനപ്പുറത്ത് തെച്ചിക്കോട്ട് രാമേന്ദ്രനാണ് നടുവിൽ തിടമ്പേറ്റിയിട്ട് ഇറങ്ങണത്. അപ്പോൾ അതിനും ഞങ്ങൾ ലക്ഷങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ. ഈ വർഷത്തെ പൂരം തുടങ്ങാറായി. ചെമ്പുക്കാവ് നിവാസികൾ കാത്തിരിക്കുകയാണ്. പൂരവർത്തമാനത്തിൽ ഇനി നാളെ വേറൊരു ഘടകപൂരവുമായി.